Okay, ma'am. There shall be shows of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Shows of blessings, shows of blessings we need. Mercy drops round us are falling, but for the shores of we plead. There shall be shores of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Shows of blessings, shows of blessings we need. Thank you, ma'am. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ തോട്ട് പറയുന്നുണ്ട്. ജീവിതത്തിൽ ആസ്വദിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം ജീവിതത്തോടെ. കേട്ടില്ലേ? കേട്ടില്ല? ഹലോ, കേട്ടില്ല? ഒന്നുകൂടെ പറയണോ? ജീവിതത്തിൽ ആസ്വദിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ കൂടി കഴിയുമ്പോൾ മാത്രമാണ് ജീവിതത്തിന് ജീവനുണ്ടെന്ന തോന്നൽ ഉണ്ടാകുന്നത്. കേട്ടുവാ? ഓക്കെ മാം, താങ്ക് യു. ഞാൻ പറയുന്നുണ്ട്. ഭക്ഷണ രീതിയിലൂടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെല്ലാം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആഹാരം കുറഞ്ഞ അളവിൽ പല തവണകളായി കഴിക്കുക, ഒരു നേരം പോലും ഭക്ഷണം ഒഴിവാക്കാതിരിക്കുക, ഓരോ വ്യക്തികളുടെയും ഭക്ഷണക്രമം അവരുടെ പ്രായം, ജോലി, ആരോഗ്യസ്ഥിതി, രോഗാവസ്ഥ എല്ലാം കണക്കാക്കിയെടുത്തായിരിക്കണം. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഭക്ഷണം അളവിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. മധുരം, എണ്ണ, മസാല ഇവ കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. താങ്ക് യു. Okay, good morning all. Good morning, miss. Good morning, ma'am. Good morning. Good morning, miss. Okay. നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ഏതായിരുന്നു? വേണ്ടോ? ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് കംപ്ലീറ്റ് ആയോ? ഇല്ല. യൂണിറ്റ് 3 ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മള് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്. എവിടെ വരെ പറഞ്ഞു? ഫാറ്റ് പറഞ്ഞു, വൈറ്റമിൻ പറഞ്ഞോ, വൈറ്റമിൻസ് പറഞ്ഞോ, ന്യൂട്രീഷൻ ഫുള്ള് പറഞ്ഞു. Nutrition. മാൽന്യൂട്രീഷൻ അല്ലേ? ന്യൂട്രീഷൻ വരെ. ഓക്കെ, മാൽന്യൂട്രീഷൻ തുടങ്ങി നമുക്ക് എടുക്കണം. എന്തെങ്കിലും ആക്ടിവിറ്റി എന്തെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? January 23rd. Number and ABC. സാൻഡ് പേപ്പേഴ്സ്, ലെറ്റർ ആൻഡ് ആൽഫബറ്റ്സ്, നമ്പേഴ്സ് ആണോ? അതെ മാം, ആൽഫബറ്റ് ആൻഡ് നമ്പർ ചാർട്ട് ജാനുവരി 23rd ആണ്. സാൻഡ് പേപ്പർ ലാസ്റ്റ് കഴിഞ്ഞു. ഫിനിഷ് ആയി മാം. ഓക്കെ, ഇനി നമ്പർ ചാർട്ടും ആൽഫബറ്റ് ചാർട്ടാണ്. ഓക്കെ, ആ ഡേറ്റിന് സബ്മിറ്റ് ചെയ്യാട്ടോ. നമ്മൾ നോക്കുന്നത് മാൽ ന്യൂട്രീഷനെ കുറിച്ചിട്ടാണ്. നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് അല്ലെ? ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം ഒരുപാട് അസുഖങ്ങൾ വരുന്നില്ലേ? അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ന്യൂട്രീഷ്യസ് ഫുഡ്, റൈറ്റ് എമൗണ്ട് ഓഫ് ഫുഡ്, റൈറ്റ്
മാം അതിന് മുകളിൽ 5 പോയിന്റ് ഉള്ളത് പറഞ്ഞില്ല തോന്നുന്നു. ന്യൂട്രീഷൻ നീഡ്സ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. നമുക്ക് ന്യൂട്രീഷൻ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണം? ആഡിക്വേറ്റ് ലെവൽ ഓഫ് കാലറീസ് നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ ഡെവലപ്മെന്റിനും, കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും മെറ്റബോളിക് ഡിമാൻഡ് അത് എല്ലാത്തിനും ആവശ്യമാണ്. കറക്റ്റ് ആണ്. മിസ് ആദ്യം വോയിസ് ഒന്ന് ഓഫ് ചെയ്യാൻ പറയോ? ക്ലിയർ ആകുന്നില്ല. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അല്ല, ന്യൂട്രീഷൻ കറക്റ്റ് എമൗണ്ട് ന്യൂട്രീഷൻ കൊടുക്കണം. നമ്മുടെ ഫുഡ് നമ്മള് അതിനെ മെഷർ ചെയ്യുന്നത് ആണ്, അതറിയാലോ. പേജ് നമ്പർ 13 എല്ലാവരും എടുത്ത പേജ് നമ്പർ 13 എടുത്തേ. ഓക്കെ, എല്ലാവരും എടുത്തോ? നമ്മള് കറക്റ്റ് എമൗണ്ട് കലോറീസ് വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. നമ്മുടെ കുട്ടികളുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും അവരുടെ മെറ്റബോളിക് ഡിമാൻഡ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് എമൗണ്ട് ഓഫ് എന്ത് കൊടുക്കണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ റീജ് പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ വിചാരിച്ചു റീജ് ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് എന്ത് തോട്ടല്ലേ പറഞ്ഞത്? തോട്ടല്ലല്ലോ, സൈനിങ് ഓക്കെ, അത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, ആണോ? അങ്ങനെയാണോ? ആലോചിച്ച് പറഞ്ഞാണോ? പറഞ്ഞു പോയപ്പോ അബദ്ധത്തിൽ ഈ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായി പോയതാണ്. ഓക്കെ, കുഴപ്പമില്ല. കാരണം കറക്റ്റ് എമൗണ്ട് നമ്മൾ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കണം. നമുക്കറിയാം കുട്ടികൾ എന്ന് പറയുന്നത് അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ്. അവർക്ക് വേണ്ട ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് എമൗണ്ട് ഫുഡ് കിട്ടണം. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. കുട്ടികൾ വിശന്ന് കഴിഞ്ഞാല് നമുക്ക് എന്താ പറയാ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്റെ മോളെ സംബന്ധിച്ച് അവള് എല്ലാ സമയത്തും നല്ല കുട്ടിയായിരിക്കും, നല്ല അനുസരണയുള്ള കുട്ടിയായിരിക്കും. വിശന്ന് കഴിഞ്ഞാൽ ആളെ നമുക്ക് പിടിച്ചാറ്റില്ല. അവള് പറയുന്ന ഫുഡ് അപ്പൊ കൊടുക്കണം നമ്മള്. ഭയങ്കര നിർബന്ധവും കാര്യങ്ങളാണ്. വിശന്ന് നമ്മൾ കുട്ടികളെ നിർത്താൻ പാടില്ല. അപ്പൊ നമ്മൾ കുട്ടികളുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ട ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കണം. അതേസമയത്ത് അവിടെ ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടാത്തതാണ്. ജങ്ക് ഫുഡ്, അതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളും മാക്സിമം നമ്മളത് അവോയ്ഡ് ചെയ്യാം. ഈ ഫുഡ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ഷുഗർ കണ്ടന്റ് നമ്മൾ കുറയ്ക്കാം. ഷുഗർ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അമ്മമാർ ചിലപ്പോൾ ഷുഗർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് ഷുഗർ കണ്ടന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കാം. അതിന് പകരം വേറെ എന്തെങ്കിലും സപ്ലിമെന്റ്സ് വേറെ എന്തെങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തന്നെ പനങ്കൽക്കണ്ട് യൂസ് ചെയ്യാം ഷുഗറിന് പകരം. പിന്നെ കാൻഡീസ്, ചോക്ലേറ്റ്സ്, ലോലിപോപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുട്ടികളിൽ കൊടുക്കാതിരിക്കാം. ഓക്കെ, ഇനി ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാം. അതില് നോ ഷുഗർ ഡാർക്ക് ചോക്ലേറ്റ് അത് വാങ്ങിച്ചു കൊടുക്കാൻ നോക്കാം. കുറച്ച് കഴിപ്പാ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ചെറിയൊരു കഴിപ്പാ. ചില കുട്ടികൾ അത് കഴിക്കും, ചില കുട്ടികൾ കഴിക്കില്ല. അപ്പൊ അവർക്ക് മനസ്സിലെന്താണ്, ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ്, കുറച്ച് കയ്പുള്ളതാണ് എന്ന് പറഞ്ഞാൽ മിക്കവാറും അവോയ്ഡ് ചെയ്യാനാണ് ചാൻസ്. സോ നമ്മൾ ആ ഷുഗർ കണ്ടന്റ് കുട്ടികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക, ഏർലി സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. ദെൻ പ്രോട്ടീൻ അടങ്ങുന്ന ഫുഡ് ഐറ്റംസ് കൊടുക്കുക. സഫീഷ്യന്റ് ലെവൽ ഓഫ് പ്രോട്ടീൻ കുട്ടികൾക്ക് അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാൽസ്യം, അതേപോലെ തന്നെ വൈറ്റമിൻ ഡി, ഫോസ്ഫറസ് പോലുള്ള ഐറ്റംസ് അവരുടെ ഏജിനനുസരിച്ച്, അയഡിൻ പോലുള്ള ഐറ്റംസ് അവരുടെ ഏജിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അളവിൽ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ വൈറ്റമിൻസും മിനറൽസും സഫീഷ്യന്റ് ലെവലിൽ അവര് കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അവരുടെ ബോഡിയിൽ അളവുണ്ടോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്.
സഫിഷ്യന്റ് ലെവൽ ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. ഞാൻ പറഞ്ഞില്ലേ ചില വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിലേക്ക് ഡിസോൾവ് ആവണമെന്നുണ്ടെങ്കിൽ ഫാറ്റ് നിർബന്ധമാണ്. ഫാറ്റി ആസിഡ് കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും എന്ത് വേണം, ഇൻക്ലൂഡ് ചെയ്യണം കുട്ടികളുടെ ഫുഡിൽ. ഇനി ഞാൻ ടോപ്പിക് തരാൻ പോവാണ് നിങ്ങൾക്ക്. സെമിനാർ ടോപ്പിക് ആണ് ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് സെമിനാർ ടോപ്പിക്. ഓക്കെ, എന്താണ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് വെച്ചാല് ഇപ്പൊ ചില വ്യക്തികളിൽ ഇന്നൊരു വൈറ്റമിൻ അല്ലെങ്കിൽ ഇന്നൊരു മിനറൽ കാരണം ഇന്നൊരു അസുഖം അല്ലെങ്കിൽ ഡിസോർഡർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ സിംറ്റംസും ആ അസുഖത്തെ കുറിച്ചിട്ടും ഒന്ന് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണം. മനസ്സിലായോ? എക്സാമ്പിൾ വേണോ? ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഡെഫിഷ്യൻസി ഡിസീസ് എടുത്തിരിക്കുന്നത് ഏതാണ്, ലോസ് ഓഫ് വിഷൻ ആണ്. കാഴ്ച കുറവ്. കാഴ്ച കാഴ്ചക്ക് ഇമ്പോർട്ടന്റ് ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. സോ നമ്മൾ വൈറ്റമിൻ എയുടെ കുറവ് കാരണം വരുന്ന ഒരു അസുഖമാണ് ലോസ് ഓഫ് വിഷൻ. പുവർ വിഷൻ ആവാം, ലോസ് ഓഫ് വിഷൻ ഇൻ ഡാർക്ക്നെസ്, രാത്രി കണ്ടു കാണാത്തൊരവസ്ഥ, സംടൈംസ് കംപ്ലീറ്റ് ലോസ് ഓഫ് വിഷൻ. ചിലപ്പോ ഫുള്ളായിട്ട് നമ്മുടെ കാഴ്ച ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനത്തെ സിംറ്റംസ് ആണ് ലോസ് ഓഫ് വിഷൻ വരുന്നത്. നിങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒരു ഡെഫിഷ്യൻസി ഡിസീസും ആ സിംറ്റംസും എന്തുകൊണ്ടാണ് പറയാമോ? എന്താണ്? ഓക്കെ, ഒന്നുകൂടി പറയണം. ഓക്കെ എടാ ലോസ് 1 മിനിറ്റ്, ഞാനൊന്ന് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്ന് 1 മിനിറ്റ്. ഓക്കെ, നോക്കാട്ടെ എല്ലാവരും. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന അസുഖത്തിന്റെ ഞാനിപ്പോ ഡെഫിഷ്യൻസി ഡിസീസ് ആണല്ലോ പറയുന്നത്. അപ്പോ വൈറ്റമിൻ എ എന്ന് പറയുന്ന വൈറ്റമിൻ നമ്മുടെ ബോഡിയിൽ കുറയുമ്പോൾ നമുക്ക് വരുന്നൊരു ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ ആണ് ലോസ് ഓഫ് വിഷൻ, നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. സോ ഈ ലോസ് ഓഫ് വിഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പുവർ വിഷൻ ആയിരിക്കും, കാഴ്ച കുറവായിരിക്കാം. അല്ലെങ്കിൽ ലോസ് ഓഫ് വിഷൻ ഇൻ ഡാർക്ക്നെസ്, നമുക്ക് നൈറ്റ് കാഴ്ച കാണാത്തൊരവസ്ഥ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. സോ ഈ ഒരു അസുഖത്തെ കുറിച്ച് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, അതേപോലെ നിങ്ങൾ ഓരോ ഡെഫിഷ്യൻസി ഡിസീസ് എടുക്കുക. ആ ഒരു അസുഖം എന്തുകൊണ്ടാണ് വരുന്നത്, എന്ത് വൈറ്റമിൻ ഡെഫിഷ്യൻസിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു. ഡെഫിഷ്യൻസി ഡിസീസ് അല്ലേ, ഞാൻ ടൈപ്പ് ചെയ്തയക്കാം. ഡിസീസ് അറിയാം, ഡെഫിഷ്യൻസി. ഒരു രോഗത്തെ കുറിച്ച് പറഞ്ഞാൽ മതി, ഒരാള് ഒരു രോഗത്തെ കുറിച്ച് പറഞ്ഞാൽ മതി. ടൈപ്പ് ചെയ്തിട്ട് വരാത്തെ മൃദുല യശോ. ഗുഡ്, ഞാൻ ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്ക് സമയം എടുക്കും. ഓക്കെ, അപ്പം വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അനീമിക് കേട്ടിട്ടുണ്ടോ? അത് ഏത് വൈറ്റമിൻസിന്റെ കുറവ് കാരണം വരുന്നത്? അയണാണ്. എന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്താണ് അറിയാമോ? അനീമിക് ആയിട്ടുള്ള ഇൻക്ലൂഡിങ് മീ, ഞാനും അനീമിക് ആണ്. HB വളരെ കുറവാണ്, ഹീമോഗ്ലോബിൻ. അപ്പൊ എന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്, എന്താ പറയാ, വീക്ക്നെസ് ഉണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ബോഡി വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഒരു ഉന്മേഷം ഉണ്ടാവില്ല ചിലപ്പോ ചില സമയങ്ങളിൽ കേട്ടോ. അപ്പൊ HB നോർമൽ ആണ് ഇപ്പോ, ചിലപ്പോ കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ പിന്നെയുണ്ട് അയഡിന്റെ കുറവ് കൊണ്ട് വരുന്ന അസുഖം ഏതാണ്? ഗോയിറ്റർ പ്ലസ് വേറെ കൂടി വരുമല്ലോ, വേറെ തൈറോയിഡ്. കാരണം ഞാൻ പറയാൻ കാരണം എനിക്ക് തൈറോയിഡ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അയഡിൻ കുറവാണ് നമ്മുടെ ബോഡിയിൽ, അയഡിന്റെ കണ്ടന്റ് കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം തൈറോയിഡ്, ഗോയിറ്റർ അങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് ഡിസ്കസ് ചെയ്താൽ മതി. നമ്മൾ ഡെഫിഷ്യൻസി ഡിസീസ് ഓരോരുത്തരായിട്ട് ഇപ്പൊ ഓരോ കണ്ടന്റ് ചെയ്യാന്നല്ലേ മിസ് പറഞ്ഞ. അപ്പൊ സെയിം ഓരോരുത്തർ ഇത് വരുന്നത് സെയിം ആവുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ഓരോരുത്തരും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ വ്യത്യാസമായി, പക്ഷെ എല്ലാവരും മാക്സിമം ചെയ്യാൻ നോക്കാം. ഇനി വൈറ്റമിൻ എയുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് പറഞ്ഞത്. പിന്നെ ഏതാണ്? ഒരുപാടുണ്ട് കേട്ടോ വൈറ്റമിൻ.
ഇതിനകത്ത് എന്ത് വൈറ്റമിൻസിന്റെ ഏതൊക്കെ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി എഴുതണം എന്നൊന്ന് പറയാമോ? ഞാൻ പറയണോ? നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതുന്നതായിരിക്കില്ലേ നല്ലത്, അല്ലെങ്കിൽ വേണ്ട? ഓക്കെ, വൈറ്റമിൻ എനെ കുറിച്ച് ആരാ ഡിസ്കസ് ചെയ്യുന്നേ? പറഞ്ഞു, ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. വൈറ്റമിൻ എ ഞാൻ പറയാം മാം. മൃദുല. മൃദുല അല്ലേ? ഓക്കെ, വൈറ്റമിൻ എ ട്ടാ. വൈറ്റമിൻ B1 ഞാൻ പറയാം മാം. ഡിറ്റി. ഡിറ്റി. ഓക്കെ, വൈറ്റമിൻ സി ഞാൻ പറയാം. ഷാമ പറഞ്ഞു. ഷൈമ. ഓക്കെ, വൈറ്റമിൻ ഡിയോ ഞാൻ പറയാം. ഫാൽസ. ഓക്കെ, കാൽസ്യം പറയടാ ദിവ്യ. കാൽസ്യം ദിവ്യ ട്ടാ. അയഡിനോ? അയഡിൻ ഒരുപാട് അസുഖങ്ങൾ കിട്ടും കേട്ടോ, ഗോയിത്രൊക്കെ കിട്ടും. ആരാ പറയുന്നത്? ഞാൻ പറയാം, റെഡി ആയി. ഓക്കെ, അൻസി അയണിനെ കുറിച്ച് പറ. ഷംസീന അയണിനെ കുറിച്ച് പറ. ഇനി ഇത് കൂടാതെ വൈറ്റമിൻ കെ. ഓക്കെ, ആരാണ്? ലിൻഷി. വൈറ്റമിൻ ഒരുപാടുണ്ട് കേട്ടോ. വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസീസ് ബി തന്നെ, ബി മുതൽ B1 മുതൽ B17 വരെ ഉണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കാൻ നല്ല രീതിയിൽ ഒന്ന് റെഫർ ചെയ്യാം ബാക്കിയുള്ളവർ കേട്ടോ. ഷംസീന ഒരു ടോപ്പിക് അയഡിൻ ആണ്. മിസ് ആൻസിക്കല്ലേ അയഡിൻ കൊടുത്തത്? മനസ്സിലായില്ല. ആൻസിക്കല്ലേ കൊടുത്തത്? ആൻസിക്ക് അയണ കൊടുത്ത്. അയണല്ലേ? ഓക്കെ. കാൽസ്യം കൊടുത്തു. ഫോസ്ഫറസ് ആരെടുക്കാം? ഫോസ്ഫറസ് ആരെടുക്കുന്നേ? നഫി? നസ്രിയ. ഓക്കെ, പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ. കോപ്പറോ? റീജു ഒന്നും പറഞ്ഞില്ലല്ലോ. ഏതിട്ടാ റീജു? റീജു. ഓക്കെ, പറഞ്ഞോ നഫ്രിയ. കോപ്പറിന്റെ ആണോ ഞാൻ പറയണ്ടേ? പ്രോസ്പെറസ്. വിജിത. സോറി എടാ വിജിത, മോൻ ടോപ്പിക് ഇപ്പൊ തരാട്ടോ. എനിക്ക് ആളെ കിട്ടാതിരിക്കുകയാണ് സെമിനാർ എടുക്കാൻ. മിസ് എനിക്കെന്താ പറഞ്ഞത്? കോപ്പർ. കോപ്പർ. ഓക്കെ. ഫോസ്ഫറസോ? നസ്രിയ. സുനീഷ. 1 മിനിറ്റ് ഇപ്പൊ തരാ, ക്ഷമിക്കല്ലേ. ഈ പറഞ്ഞല്ലേ വൈറ്റമിൻ ഇ പറഞ്ഞിട്ടില്ലല്ലോ. വൈറ്റമിൻ ഇ കേട്ടോ. ആർക്കാണ്? വിജിതയ്ക്ക് വൈറ്റമിൻ ഇ. ഓക്കെ, നസ്രീനയ്ക്ക് ഇതാണ് കേട്ടോ. ഏതായിരുന്നു? പ്രോസ്പെറസ്. 1 മിനിറ്റ് നോക്കട്ടെ, എല്ലാവരും പേരയക്കല്ലേ. വൈറ്റമിൻ ഡി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരണം കേട്ടോ. അസുഖത്തെ കുറിച്ച്, സൈഡ് എഫക്ട്സ്, അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പറയണം. ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എന്താ സംഭവിക്കുന്നതിനനുസരിച്ചിട്ടോ. പ്രോട്ടീന്റെ കുറവ്. പ്രോട്ടീൻ ആരാ പറയുന്നേ? പ്രോട്ടീൻ നമുക്ക് സുനിഷയ്ക്ക് കൊടുക്കാം. സുനിഷ ഓക്കെ അല്ലേ? സുനിഷ സുനിഷ പ്രോട്ടീൻ. B1 ആണ് പറഞ്ഞത്. B2 ഇട്ടാടാ. വൈറ്റമിൻ B2 വിസ്മയ ട്ടോ. വിസ്മയ B2 ട്ടോ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്ലാസ്. B12 ഒക്കെ ഇല്ലേ മാം? ബി ഉണ്ടടാ. ബി തുടങ്ങിക്കഴിഞ്ഞാല്
ആർക്കൊക്കെ ഡി തന്നിരിക്കുന്നത്? ഡിറ്റിക്ക് തന്നിട്ടുണ്ട്. B1 ഡിറ്റിക്ക് കൊടുത്തു, B2 ഡിസ്മയ്ക്ക് കൊടുത്തു. ബാക്കി വേറെ ആരെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? B1, B2, B3 ഒത്തിരി ഉണ്ട് ബിയുടെ നോക്കുകയാണെങ്കിൽ. ആ ബിയുടെ ഒന്നിച്ചങ്ങോട്ട് ഒരാളിനെ അങ്ങനെ പറഞ്ഞ പോരെ മാം, അത്രയല്ലേ ഉണ്ടാവുള്ളൂ ഓരോ ഡെഫിഷ്യൻസിയും അതിന്റെ Okay. രോഗങ്ങൾ. ഡിസ്മേ 1 മിനിറ്റ് ഡിറ്റി പ്രസന്റ് ചെയ്യാൻ പറ്റുമോടോ? B1 മുതൽ ഓക്കെ മാം. B1 സ്റ്റാർട്ട് ചെയ്യാം. B1 മാത്രം പറഞ്ഞാൽ പോരെ? അല്ല മൊത്തം ടോട്ടല്. ഓക്കെ ചെയ്യാം. മാം പ്രിപ്പയർ ചെയ്യാ, ഇപ്പൊ പറ്റുന്നവര് പറയാലോ. 1 മുതൽ 12 വരെ. 1 മുതൽ 12 വരെ പറയണം. 17 ഉണ്ട്. ഓക്കെ. പിന്നെ ഫോളിക് ആസിഡ് ഡിസ്മേ പറഞ്ഞു കേട്ടോ. ഓക്കെ ആണോ വിസ്മയ? അത് പോയോ? ഓക്കെ. മിസ് ഡിറ്റിക്ക് എന്താ, അല്ല ഷൈമക്ക് എന്താ കൊടുത്തേ? സി, ഓക്കെ. വൈറ്റമിൻ സി ആണോ? വൈറ്റമിൻ സി അപ്പൊ മാറ്റി തരാട്ടോ. വൈറ്റമിൻ സി ആണ്. അപ്പൊ മാറ്റണ്ടല്ലോ. റെക്കോർഡ് ക്ലാസ് ഉള്ളവർ സെമിനാർ തയ്യാറാക്കിയിട്ട് ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ മിസ്? ഞാൻ എന്തോ ബൈ ചാൻസ് കയറിയതാണ്. ആണോ അതിര? റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് സെമിനാർ എടുക്കാനായിട്ട് വൈവയുടെ സമയത്ത് അവസരം വരും. റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളുടെ ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു സൈഡ് എഫക്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു ലൈവ് സെഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസ്സിൽ മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. സിങ്ക് ചെയ്യാൻ പറ്റും അഞ്ജന? സിങ്ക്. രേഷ്മയ്ക്ക് എന്താണ്? അയൺ പറയുന്നത് മഗ്നീഷ്യം. ഓക്കെ. രേഷ്മ മഗ്നീഷ്യം ചെയ്യാവോടാ? ആതിര സോറി ടാടാ. റെക്കോർഡ് ക്ലാസ് കാണുന്നവരാണെങ്കിൽ ഈ ഒരു ലൈവ് ക്ലാസ്സിൽ നമ്മൾ സെമിനാർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മാക്സിമം ഇവർ പറയുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കാം. നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് റെക്കോർഡ്സ് എടുക്കുന്നത്, അല്ല നമ്മൾ എങ്ങനെയാണ് സെമിനാർ എടുക്കുന്നത്, ഒരു ക്ലാസ്സിൽ എങ്ങനെ സെമിനാർ എടുക്കണം എന്നൊക്കെ നമ്മുടെ കുട്ടികൾ പറഞ്ഞുതരും കേട്ടോ. സുനിഷ ചാർട്ട് റെഡി ആക്കിയിട്ടുണ്ട്, കാണിക്കാമോ? ഓക്കെ. അടുത്ത ക്ലാസ്സിൽ സുനിഷയിലേക്ക് പിന്നെ എങ്ങനെ സെമിനാർ എടുക്കും? പ്രോട്ടീൻ പക്ഷെ ഒരു ക്ലാസ് ഞാൻ ഉണ്ടാവൂല അടുത്ത ക്ലാസ്സിൽ. ആണോ? വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോടാ? നോക്കിട്ട്. മിസ് ഒരു ക്ലാസ്സിൽ തന്നെ എല്ലാ സെമിനാറും പറഞ്ഞ് തീരുവോ? ഓക്കെ. ഓക്കെ. സുനിഷ ലാസ്റ്റ് എടുക്കാട്ടെ. ഒരു 5 മിനിറ്റ്സ് ഞാൻ ലാസ്റ്റ് നമുക്ക് ആക്ടിവിറ്റീസ് പറയാം. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ന്യൂട്രീഷൻസിനെ കുറിച്ച് പറഞ്ഞല്ലേ, ഈ പോയിന്റ്സ് ഒരാൾ റീഡ് ചെയ്യോ? ന്യൂട്രീഷൻ നീഡ്സ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ഓക്കെ, അഞ്ജന റീഡ് ചെയ്തോടാ. Adequate levels of calories required for growth, development, and increased metabolic demand. Sufficient levels of proteins that is safe for age of the child. Level of calcium, phosphorus, vitamin D, and iron that are age suitable. The sufficient levels of other vitamins and minerals. The sufficient levels of essential fatty acids. Okay, ma'am. ഓക്കെ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ലെവൽ കലോറീസ്, പ്രോട്ടീൻ, കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി, വൈറ്റമിൻസ്, ദെൻ മിനറൽസ്, ഫാറ്റി ആസിഡ് കറക്റ്റ് ആയിട്ട് നമ്മൾ കുട്ടികളുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? നമ്മൾ പറഞ്ഞ പോലെ ഡെഫിഷ്യൻസി ഡിസീസുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഡെഫിഷ്യൻസി ഡിസീസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് തരും കേട്ടോ. ഓക്കെ. വൈറ്റമിൻ ഡി കൊടുത്തല്ലോ. വൈറ്റമിൻ ഡി ഇനി മാൽ ന്യൂട്രീഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എപ്പോഴാണ് മാൽ ന്യൂട്രീഷൻ സംഭവിക്കുന്നത്? കറക്റ്റ് റൈറ്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ റൈറ്റ് എമൗണ്ട് ടു ഈറ്റ്. നമുക്ക് കറക്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല.
സഫിഷ്യന്റ് ന്യൂട്രീഷൻസ് നമ്മുടെ ബോഡിക്ക് റിക്വയർഡ് ആയിട്ടുള്ള സഫിഷ്യന്റ് ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ മാൽന്യൂട്രീഷൻ സംഭവിച്ചു എന്ന് പറയാം. ഇൻസഫിഷ്യന്റ് ആൻഡ് അൺബാലൻസ്ഡ് ഡയറ്റ് അതിനൊരു കാരണമാണ്. നമ്മൾ ഇൻസഫിഷ്യന്റ് ആയിട്ടും അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാൽന്യൂട്രീഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈറ്റിംഗ് എനഫ് ഓഫ് റൈറ്റ് ടൈം പറഞ്ഞില്ലേ, റീച്ച് പറഞ്ഞു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും ആരും മുടക്കരുത്. അപ്പൊ ഞാൻ ആലോചിച്ചു ക്ലാസ്സിന് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കൊക്കെ ആള് മനസ്സിലാക്കി പറയാണെന്ന്. അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് എമൗണ്ട് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഫുഡ് കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങള് കുട്ടികളെ സ്കൂളിൽ വിടുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അവർ കുറച്ചു നേരം വൈകിയാണ് എഴുന്നേക്കുന്നതെങ്കിൽ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർ സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലല്ലേ? അപ്പോ അതൊരു ചെറിയ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ കുട്ടികളെ നേരത്തെ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കണം. സ്കൂളിൽ പോകാൻ നേരത്തെ കുട്ടികൾ എണീക്കുന്നെങ്കിൽ ഒരു ഫുഡും കഴിക്കൂല. അതേ സ്ഥാനത്ത് ഒരു 2 മണിക്കൂർ മുന്നേ എഴുന്നേറ്റുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും സ്കൂളിൽ പോകാൻ മുന്നേ ഭക്ഷണം എല്ലാം കഴിച്ച് നല്ല സന്തോഷത്തിൽ പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് കുട്ടികള് അതേപോലെ തന്നെ ചില കുട്ടികള് ഭക്ഷണമൊന്നും കഴിക്കാതെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു എനർജി ഇല്ലാണ്ട് ഒടിഞ്ഞ് തോന്നി ഇങ്ങനെ ഇരിക്കും. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും അയ്യോ ഇന്ന് രാവിലെ വന്ന് ഫസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുമ്പോൾ ഒരു എനർജി ഇല്ലായിരിക്കും. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? മാൽന്യൂട്രീഷൻ. അവർ കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. അവർക്ക് ഫുഡ് കഴിച്ചാലേ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എനർജി കിട്ടുള്ളൂ. സോ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഫുഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻടേക്ക് ചെയ്യണം. നിർബന്ധമായിട്ട് റൈറ്റ് ക്വാളിറ്റി റൈറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഫുഡ്സ് നമ്മൾ കുട്ടികൾ കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇനി നമ്മൾ ടീച്ചേഴ്സ് ആണ് അല്ലെ, നിങ്ങളെല്ലാവരും ഇനി ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യേണ്ട കുട്ടികളാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടീനോട് ചോദിക്കുക, ഉന്മേഷമൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, അവർക്ക് ഫുഡ് എങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം എന്ന് നോക്കിയിട്ട് അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്കൂളിൽ ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ ഇതിനൊക്കെ മുമ്പ് ഞാൻ ഒരു കാര്യം, എൻ്റെ ഒരു ലൈഫിൽ വന്നൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പഠിച്ചത് ഒരു ഗവൺമെന്റ് സ്കൂളിലാണ്. അവിടെ എന്താ പറയാ, ഒരു കുട്ടി, അവന് അമ്മയില്ല, അമ്മ മരിച്ചുപോയതാണ്, ചെറുപ്പത്തിലെ മരിച്ചതാണ്. ചേട്ടനും അച്ഛനും പിന്നെ അമ്മാമ്മയും അവനും മാത്രമാണ് വീട്ടിലുള്ളത്. സോ അമ്മാമ്മ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുണ്ട്. അവൻ ക്ലാസ്സിൽ വരുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. അപ്പം ചേട്ടൻ കുറച്ച് മുതിർന്നതാ. ചേട്ടൻ എനിക്ക് തോന്നുന്ന ആന്റിയുടെ വീട്ടിൽ നിൽക്കാണ്, അച്ഛന്റെ പെങ്ങളുടെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അമ്മ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോ എന്താണ്, ഇവൻ രാവിലെ എല്ലാ ദിവസവും വന്നിട്ട് ഇരുന്ന് ഉറങ്ങായിരിക്കും. ഫസ്റ്റ് ഒരു 4 hours ആണ് ആദ്യത്തെ അവർ എന്ന് പറയുമ്പോൾ. ഫസ്റ്റ് മോർണിംഗ് 4 hour ആണെങ്കിൽ അവൻ കളിക്കാനൊന്നും പോകാതെ അങ്ങനെ ഉറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. വെറുതെ ആ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ചാരി കിടക്കുന്നത് കാണാം. ഇത് കുറെ നാള് ഞങ്ങൾ സാറ് ശ്രദ്ധിച്ചു കേട്ടോ. സന്തോഷ് സാർ എന്നാണ് സാറിന്റെ പേര്. മലയാളം എടുക്കുന്ന സാറാണ്. ആൾ നല്ല എൻഗേജ് ആയിട്ട് നമ്മളെ ക്ലാസ് ഒക്കെ എടുത്തു തരും. അപ്പോ സാറ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ സാർ ഒരു പ്രാവശ്യം ഇവനെ വിളിച്ചോണ്ട് പോകുന്ന ഞാൻ കണ്ടു. ഇവനെ വിളിച്ചിട്ട് പോയിട്ട് കുറെ എന്തൊക്കെയോ സംസാരിക്കുന്ന കണ്ടു. പിന്നെ ഞങ്ങൾക്ക് നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, പണ്ട് നമ്മൾ കഞ്ഞിപ്പുര എന്നൊക്കെ പറയും, ആ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതും. അപ്പോ അവിടെ എന്താണ് ചോറാകുന്നുള്ളൂ. അപ്പൊ കഞ്ഞിയാണ് അവിടെ ആയിട്ടുള്ളൂ. അപ്പൊ അവന് ഈ കഞ്ഞിയോളം കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് സാറ് പറഞ്ഞ് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചോ, ഈ ഒരു ടൈം ആകുമ്പോൾ ഇന്റർവെൽ ആകുമ്പോൾ അവൻ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, വരുന്നു. പിന്നെ ലഞ്ച് ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നു. ആള് വീട്ടിൽ നിന്ന് ഫുഡൊന്നും കൊണ്ടുവരില്ല. നമ്മളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും, ക്ലാസ്സിലത്തെ ഫുഡ് അധികം കഴിക്കില്ല, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തരുന്ന ഫുഡൊന്നും കഴിക്കില്ല. അപ്പൊ അവനെങ്ങനെയാണ് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് വന്നത്. പിന്നീട് അവനില് നല്ല രീതിയിൽ ഞങ്ങളെ പോലെ തന്നെ ആദ്യമൊന്നും അധികം പഠിക്കൊന്നുണ്ടായിരുന്നില്ല, വെറുതെ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന ആളാണ്. പക്ഷെ സാറ് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ അവൻ ആ പഠിക്കുന്ന ആ ഒരു ട്രാക്കിലേക്ക് തന്നെ വന്നു കേട്ടോ. നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ തുടങ്ങി. നന്നായിട്ട് മാത്സ് ഒക്കെ ചെയ്യും ആള്. നമ്മള് സാധാരണ നമ്മൾ വിചാരിക്കും പഠിക്കാത്ത കുട്ടിയാണെന്ന് വിചാരിച്ച് മാറ്റി നിർത്തിയിരുന്നതാ. പക്ഷെ മാത്സ് ഒക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ എന്തുണ്ട്, നല്ല കോഗ്നിറ്റീവ് ഡെവലപ്പ് അല്ലെങ്കിൽ ഇന്റലിജൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യുന്നില്ല. കാരണം പ്രശ്നം എന്താണ്, അവർ കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നില്ല. അതൊരു പ്രശ്നമായിരുന്നു. അപ്പൊ അത് ആ ഒരു കാര്യം പിന്നീട് സോൾവ് ആയെന്ന് തോന്നുന്നു. കാരണം വീട്ടില് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ആയെന്ന് തോന്നുന്നു. പിന്നെ ഒരു 7th ഒക്കെ കഴിഞ്ഞപ്പോ ആള് സ്കൂൾ മാറിപ്പോയി. പിന്നെ ആളുടെ കോണ്ടാക്ട് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ
നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, ഫുഡും കാര്യങ്ങളും കൊടുക്കണം. അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മോട്ടോർ ആക്ടിവിറ്റീസിനും ഫിസിക്കൽ ഡെവലപ്മെന്റിനും മോട്ടോർ ഡെവലപ്മെന്റിനും ഇനി എന്താ പറയാ അവരുടെ ഒരു എന്താ പറയാ cognitive development നമ്മൾ കറക്റ്റ് എമൗണ്ട് ഫുഡ് കൊടുക്കണം. Malnutrition is the condition that occurs when the body does not get sufficient nutrients caused by not having enough to eat, not eating enough of right things, or being unable to use the food that one does eat. എന്ന് വെച്ചാൽ എപ്പോഴൊക്കെയാണ് ഈ മാൽന്യൂട്രീഷൻ സംഭവിക്കുന്നത്, നമുക്ക് കറക്റ്റ് ആയിട്ട് ഫുഡ് കിട്ടാത്തൊരവസ്ഥ. ഇന്ന് ആ പ്രശ്നം നമ്മളുടെ ഫാമിലീസിലോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു ഫാമിലിയിലും ഭക്ഷണത്തിന് കുറവില്ല അല്ലെ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഫുഡ് കിട്ടാത്ത, അല്ലെങ്കിൽ വീട്ടിലെ മെമ്പേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വിളക്ക് വരുമ്പോ അമ്മയ്ക്ക് മാത്രം ചോറ് കുറവായിരിക്കും. അപ്പൊ അമ്മ പറയും, ഞാൻ നേരത്തെ കഴിച്ചതായിരിക്കും, വിശക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അമ്മ പോയിട്ട് അതിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വേഗം കഞ്ഞിയായിട്ട് കുടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പാരന്റ്സിന്റെ ഒക്കെ ടൈമിൽ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ടൈമിൽ ഈ ഒരു എന്താ പറയാ പോവർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇത് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. അവർക്ക് കൂടുതൽ ഫുഡ് കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത് റൈറ്റ് തിങ്ക് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് എല്ലാ കുട്ടികളും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സും കാര്യങ്ങളാണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് അല്ലെ. പാക്കറ്റ് ഫുഡ്സ് കാര്യങ്ങളും കൺസ്യൂം ചെയ്യുന്നില്ലേ? പാക്കറ്റില് നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പാക്കറ്റ് ഫുഡ്സ് ആണ് കേട്ടോ. ഈ ലേസ് പോലുള്ള ഫുഡ്സ് കാര്യങ്ങളൊക്കെ കുട്ടികൾ കൺസ്യൂം ചെയ്യുമ്പോൾ അത് അവരുടെ ഹെൽത്തിന് അൺഹെൽത്തി ആണ്. അതേപോലെ തന്നെ മറ്റേ എന്താ പറയാ ഫ്രൂട്ട് ജ്യൂസുകള്, അതും ഈ പാക്കറ്റ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സും കാര്യങ്ങളും കൂടുതൽ കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്നതിലൂടെ, ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ കുട്ടികളിൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്ന് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സിറ്റി, പേരൊന്നും പറയുന്നില്ല, ഞങ്ങളുടെ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഹോട്ടലുകൾ ഉള്ളത്. ഹോട്ടൽ മീൻസ് തട്ടുകട മുതൽ വലിയ 5 സ്റ്റാർ ഹോട്ടലുകൾ വരെയും കൂടുതലുള്ള ഒരു സിറ്റിയാണ് ഞങ്ങളുടെ സിറ്റി. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഹോസ്പിറ്റൽസിന്റെ എണ്ണവും ഞങ്ങളുടെ സിറ്റിയിൽ കൂടുതലാണ്. മനസ്സിലായോ? ഈ നമ്മളെപ്പോൾ മുതലാണോ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങിയത്, അപ്പോൾ മുതൽ നമ്മൾ ഏകദേശം നമുക്ക് അസുഖങ്ങളൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളും വന്നു തുടങ്ങി അല്ലെ. ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? പുറത്ത് പോയി ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോഴാണ്. നമ്മളുടെ വീട്ടിൽ കുക്ക് ചെയ്തു, നമ്മളുടെ വീട്ടിൽ തന്നെ പാചകം ചെയ്ത് അമ്മ തന്ന ഫുഡ് കഴിച്ചിരുന്നപ്പോ നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഇല്ല. എന്താണ് ജങ്ക് ഫുഡ് ഭയങ്കര ഇഷ്ടാ. ആർക്ക്? എനിക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേർക്കോ? എന്റെ കാര്യം ഇങ്ങനെയാണ്, പിന്നെ കുട്ടികളെ കാര്യം പറയണ്ടല്ലോ. ഞാൻ ഒന്നും പറയുന്നില്ല. നമുക്ക് ചെറുതായിട്ട് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പതിയെ അതിൽ നിന്ന് മാറി കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും ഫോളോ ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താ പ്രശ്നം, ഈ ഒരു നമ്മളുടെ ഫുഡ് ഇപ്പോഴത്തെ കുട്ടികളുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാരന്റ്സ് കൂടുതലും 2 പേരും വർക്കിംഗ് ആണ്. അവർക്ക് കുക്ക് ചെയ്യാനായിട്ട് ടൈം ഇല്ല. സോ അതൊരു റീസൺ ആയിട്ട് അവർ കൂടുതലും ഹോട്ടൽ ഭക്ഷണങ്ങളായിരിക്കും കൂടുതലും ഫോളോ ചെയ്യുക അല്ലെങ്കിൽ കഴിക്കുന്നത്. അതിലൂടെ അവർക്ക് അസുഖങ്ങൾ വരാം. എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് പുറത്ത് പോയിട്ട് നോൺ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ വരും. അപ്പൊ ഞാൻ എനിക്കങ്ങനെയുണ്ട്. ഞാൻ നോണ് ഇപ്പൊ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും എനിക്ക് അങ്ങനെ മീൻ ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് എപ്പോഴും ഈ ഛർദി ഇളകാറുണ്ട്. എന്നിട്ട് 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ആന്റിബയോട്ടിക് വെച്ചുകൊണ്ട് പോകണം. ദിവസം പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കും. അത്രയും പ്രശ്നമില്ല. പക്ഷെ ഈ ഫുഡ് ഇൻഫെക്ഷൻ വരും. പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ എനിക്കത് പറ്റില്ല. ഞാൻ മാക്സിമം അത് അവോയ്ഡ് ചെയ്യും. പ്രത്യേകിച്ച് നോണാണ് മെയിൻ ആയിട്ട് പറ്റാത്ത കേട്ടോ. ചിക്കൻ ഇല്ലേ, ചിക്കൻ ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പനി വരും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പുറത്തുനിന്നേ ഫുഡ് കഴിക്കുമ്പോഴേ ആ പ്രശ്നമുള്ളൂ. വീട്ടിൽ ഞങ്ങൾ തന്നെ കുക്ക് ചെയ്ത്, ഞാൻ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും പ്രശ്നം വരാറില്ല. പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. സോ അതുകൊണ്ട് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഞാൻ വെജ് കഴിക്കും കേട്ടോ. ഈ വെജിറ്റേറിയൻ ഫുഡ് പുറത്ത് പോയി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇലയില് നല്ല കുത്തരിയുടെ ചോറും നല്ല സാമ്പാറും കറികളൊക്കെ കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ കഴിക്കും. ഞങ്ങളുടെ അവിടെ ഒരു കടയിലുണ്ട്, പാലക്കാട് ഒരു കടയിൽ മാത്രം. അതിലല്ലാണ്ട് ഞാൻ വേറെ ഏതിലും കേറില്ല. കാരണം വേറെ എവിടെ നിന്ന് കഴിച്ചാലും എനിക്ക് ഇൻഫെക്ഷൻ ആവാറുണ്ട്.
അപ്പൊ അതില് മാത്രം നോക്കും. പക്ഷെ എപ്പോഴും കഴിക്കില്ല കേട്ടോ, എപ്പോഴെങ്കിലും. ഞങ്ങളിവിടെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, മീനാക്ഷി കഫേ എന്നാ പറയുന്നത്. അവര് നല്ല അവര് നായന്മാരാ. അപ്പൊ നല്ല രീതിയിൽ അവര് ആ ഒരു രീതിയിലുള്ള ഫുഡ് കാര്യങ്ങൾ അവർ പ്രിപ്പയർ ചെയ്യും. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആഴ്ചയിൽ ഞാൻ വീക്കിലി ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. ഒരു ദിവസം മുടക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് പോയി കഴിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചൊരു തൃപ്തി കിട്ടാറുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് അതേപോലെ ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ടീമൊക്കെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഇടയ്ക്ക് ഒരു പ്രാവശ്യം പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കും. അപ്പൊ ഒരു ബിരിയാണി ഒക്കെ വാങ്ങിക്കും കേട്ടോ. പക്ഷെ എനിക്കത് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഞാൻ വാങ്ങിച്ചാലും എനിക്ക് അങ്ങോട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടട്ടെ, അത് കിട്ടാറില്ല. അപ്പൊ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞു വന്നത് എവിടെ നിന്നാ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിന്റെ കാര്യം. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കാം. ഹോട്ടൽ ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനല്ല, നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ച പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് ചോറും കറിയാണ് ഇഷ്ടം. ബിരിയാണി കഴിക്കും, എല്ലാരും ബിരിയാണി കഴിക്കുമ്പോൾ ഞാൻ ചോറേ കഴിക്കുള്ളൂ. എനിക്ക് അതിനോടാണ് കൂടുതൽ. മീൻസ് ബിരിയാണി കഴിച്ചാൽ കഴിച്ച ഫീല് വരികയില്ല, ഫുഡ് കഴിച്ചതായിട്ട് തോന്നത്തില്ല. അതെന്താന്ന് അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് ചോറും കറിയാണ് എവിടെ പോയാലും കഴിക്കുള്ളൂ. പക്ഷെ എനിക്ക് ഈ ഒരു ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോ ഇപ്പൊ ഒരു എന്താ പറയാ 60 days ആയിട്ട് ഞാനിപ്പോ ചോറ് കുറച്ചൊക്കെ കുറച്ചിട്ടുണ്ട്. നമ്മള് ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ റൈസ് കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് പറഞ്ഞാല് കുറച്ച് ഡയറ്റും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഞാനും പറഞ്ഞില്ലേ, പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ കഴിക്കും. ഞാൻ നന്നായിട്ട് ചോറ് കഴിക്കുന്ന ആളാ. എനിക്ക് ചോറ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയാ പ്രത്യേക വികാരമാണ് അതിനോട്. നല്ല ചോറ് സാമ്പാർ എടുത്താൽ മതി മിസ്സേ, ഹെൽത്ത് ഇഷ്യൂസ് കുറച്ച് കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത്. അപ്പൊ ഓക്കെ ആവും. മിസ്സേ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടോ? മിസ്സേ, നമ്മൾ ഈ ഫ്രിഡ്ജിൽ ഇരുന്ന് തണുത്ത ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമുക്ക് തൊണ്ടവേദനയും തല മണ്ട മൊത്തത്തിൽ വേദന ജലദോഷമൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് മിസ്സേ? ഫ്രിഡ്ജ് ഇന്നലെ എനിക്ക് സ്ഥിരം വരാറുണ്ട്, എന്തുകൊണ്ടാണ്? അതെന്താന്ന് എനിക്കറിയില്ല. മോന്റെ ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ് ഐസ്ക്രീമും കാര്യങ്ങളും കഴിക്കാൻ. പക്ഷെ ഞാൻ കഴിക്കൂല, എനിക്ക് തോട്ട് ഇൻഫെക്ഷൻ വരും പെട്ടെന്ന്. ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളും സൗണ്ട്. ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം കഴിക്കുമ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ. ഇന്നലെ തണുത്ത ജ്യൂസ് കുടിച്ചിട്ട് തൊണ്ടക്ക് ഇപ്പൊ ഈ പണി കിട്ടിയത്. ഓക്കെ, അപ്പൊ അത് ഓരോരുത്തരുടെ അനുസരിച്ചിരിക്കും. ഇപ്പൊ പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു എന്താ പറയാ ചുമയും കഫക്കെട്ടും കാര്യങ്ങളും കൂടുതലാണ്. കഫും കോൾഡൊക്കെ കൂടുതലാണ് ഇപ്പോ കറന്റ്ലി. എന്ന് വെച്ചാൽ പണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ മാറും, നമുക്കത് ഓക്കെ ആവാണ്. പക്ഷെ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇത് മാറുന്നില്ല, കഫും കാര്യങ്ങളൊക്കെ മാറുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചതിന് ശേഷം എന്ന് വെച്ചാല് കോവിഡ് ഒക്കെ വന്നതിന് ശേഷമാണ് ഈ ഒരു അസുഖം ഇങ്ങനെ, അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. കോവിഡിന് മുമ്പ് നമുക്ക് ഈ ഒരു കഫൊക്കെ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോഴേക്കും മാറുമായിരുന്നു അല്ലെ? പക്ഷെ ഇപ്പൊ അങ്ങനെ മാറുന്നില്ല. അങ്ങനെയല്ല, കോവിഡാണ് എല്ലാത്തിനും കാരണം എന്നല്ല. പക്ഷെ ഇപ്പോഴത്തെ കഫൊക്കെ നമുക്ക് പെട്ടെന്ന് മാറുന്നില്ല. അപ്പം നോക്കുകയാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് കുറച്ച് നാളായിട്ട് ഇപ്പൊ കഫുണ്ട്. കഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചുമയാണ്. ആൾക്ക് ഭയങ്കര ഒട്ടും പറ്റുന്നില്ല. രാത്രിയാണ് ചുമ കൂടുതൽ. അപ്പൊ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. മെഡിസിൻസ് ആന്റിബയോട്ടിക് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും ഈ കഫം പൂർണ്ണമായിട്ട് മാറുന്നില്ല. കുറയുന്നുണ്ട്, പക്ഷെ വീണ്ടും അതിനേക്കാൾ ശക്തിയിൽ വരാണ്. പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരം മൊത്തം വേദന. മുമ്പൊന്നും അങ്ങനെ പനി വന്ന അത്ര ശരീരത്തിനെ ബാധിക്കാറില്ല. ഇപ്പൊ പനിയൊക്കെ വന്നാൽ ഒരാഴ്ചയിൽ കൂടുതൽ ക്ഷീണവും ഇതായിട്ട് എണീക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാ. നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയും അത് അഫക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫുഡ് ഹാബിറ്റ് മെയിൻ ആയിട്ട് നമ്മൾ അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിനാണ്. കാരണം ഇമ്മ്യൂണിറ്റി പവർ കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും നമ്മുടെ എന്താ പറയാ ഫുഡ് ഹാബിറ്റ് തന്നെ മാറിയിട്ടുണ്ട്. എല്ലാവരും ഒന്നും നമ്മൾ വീട്ടിലൊന്നും ആലോചിച്ച് നോക്കി, നമ്മുടെ എല്ലാവരുടെയും ഫുഡ് ഹാബിറ്റിൽ മാറ്റം വന്നിട്ടില്ലേ? പണ്ട് നമ്മൾ കഴിച്ചിരുന്ന പോലെയാണ് ഇപ്പൊ ഫുഡും കാര്യങ്ങളും കഴിക്കുന്നത്, കൺസ്യൂം ചെയ്യുന്നത്. ചിലപ്പോൾ എക്സസ് ആയിട്ട് ഫുഡ് കഴിക്കായിരിക്കും, ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കും. കുക്കിംഗ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം മിക്ക നമ്മളെ പോലത്തെ മടിച്ചിമാര് കുക്ക് ചെയ്യാനായിട്ട് മടിയുള്ള അമ്മമാരൊക്കെ എന്താ ചെയ്യുന്നത്, ഓർഡർ ചെയ്യുക. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്ന ആപ്പുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അല്ലേ? ഫുഡ് ഓർഡർ ചെയ്യുന്ന ആപ്പുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് പോലും ഡോമിനോസ്, KFC, അതേപോലെ പിന്നെ ഏതൊക്കെയാണ് അങ്ങനത്തെ ഫുഡ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങൾ കൂടിയിട്ടുണ്ട്. പണ്ട് ഞങ്ങൾക്ക് ഡോമിനോസിൽ നിന്ന് ഒരു പിസ്സ കഴിക്കണമെങ്കിൽ എറണാകുളത്ത് പോകാമായിരുന്നു.
ഞങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. അതേപോലെ ബർഗർ ലോഞ്ച്, അങ്ങനെയൊക്കെ ഇപ്പൊ അങ്ങനത്തെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊന്നും എല്ലാവരും ഒക്കെ ചിരിക്കണേ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നമ്മളത് എപ്പോഴും കൺസ്യൂം ചെയ്യുന്നതാണ് പ്രശ്നം. വല്ലപ്പോഴും ഒരു പ്രാവശ്യം കഴിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം ഇത് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം വീണ്ടും കഴിക്കാൻ തോന്നും അല്ലെ. ഈ പിസ്സ കഴിക്കുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പിസ്സ കഴിച്ചു കഴിഞ്ഞാൽ അവരതിന് അഡിക്റ്റ് ആയിട്ട് മാറാണ്. ഞാൻ അപ്പൊ ഒരു പ്രാവശ്യം ഇങ്ങനെ പിസ്സ പുറത്ത് പോയപ്പോ ഒരു പ്രാവശ്യം കഴിച്ചു. അപ്പൊ മോള് പറഞ്ഞു പിസ്സ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് അത് പ്രിപ്പയർ ചെയ്ത് നോക്കി. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോ പിസ്സ വേണം തോന്നുമ്പോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണമെന്ന് പറയുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ വിശപ്പ് ഏകദേശം സാറ്റിസ്ഫൈഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ നമുക്കത് ഫുള്ളായിട്ട് തൃപ്തിയിൽ ഇറങ്ങാൻ പറ്റില്ല. ഒരെണ്ണം കൂടി കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ തോന്നും. നമ്മുടെ വീട്ടിലാവുമ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്തെങ്കിലും നമുക്കൊരു 2-3 പ്രാവശ്യം ആ ഒരു റേറ്റിൽ തന്നെ നമുക്ക് 2-3 പ്രാവശ്യം ഇത് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ കുട്ടികൾക്കും നമുക്കും കഴിക്കാം. എന്ന് വെച്ചാല് നല്ല രീതിയിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പൊ ഞാൻ വല്ലപ്പോഴും അവർ ചോദിക്കും ഇത് പ്രിപ്പയർ ചെയ്തല്ലോ ചോദിക്കും. അപ്പൊ ഞാൻ നോക്കിയിട്ട് യൂട്യൂബൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അറിയൊന്നുമില്ല. യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അമ്മമാർക്ക് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. നമുക്കൊരു സമാധാനം ഉണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെന്നുള്ളത്. മാത്രമല്ല മിസ് എല്ലാം ഫുഡ്സും കാര്യങ്ങളും ആണോ? നമ്മളുടെ കുട്ടികളുടെ ക്ഷമയാണ് പ്രശ്നം. പേഷ്യൻസ് പഠിപ്പിക്കണം. ബ്രേക്ക് ആവണ്ടടാ വോയിസ്. ഓക്കെ, അതാണ് പറഞ്ഞത്. കേട്ടില്ല കേട്ടോ, സോറി. പുറത്തു പോയി കഴിക്കുകയാണെങ്കിൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറന്റുകളിൽ മാക്സിമം യൂസ് ചെയ്യുക. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നമ്മൾ അതായിരിക്കണം കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. നമുക്കൊരു തെറ്റിദ്ധാരണയാണ് കോസ്റ്റ്ലി ആയിട്ടുള്ള റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോൾ ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും വെക്കുക. ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള റെസ്റ്റോറന്റ് എന്താ പറയാ ബാഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ പഴകിയ ഫുഡ് പിടിച്ച കേസുകൾ ഞങ്ങളുടെ അടുത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഏതാണ്, വിശ്വസിക്കാൻ പറ്റാത്ത ഏതാന്ന് പറയാൻ ചെറിയ തട്ടുകടകള് റോഡ് സൈഡിൽ കാണില്ലേ, തട്ടുകടകള് അപ്പപ്പോ വൈകുന്നേരങ്ങളിൽ ഉണ്ടാവണം ഇഡ്ഡലി ദോശ അപ്പം എന്നൊക്കെ. അത് നല്ല ഫുഡായിരിക്കും അത്. ഞങ്ങൾ ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കടയിൽ ഇതേപോലെ പോയിട്ട് മീൻ പഴകിയത് കൊടുത്തിട്ട് എൻ്റെ മാമന് ഇതുപോലെ വയ്യാണ്ടായി. ഞാനാണെങ്കിൽ ഈ മീനൊന്നും വാങ്ങിക്കില്ല, അവർക്കാണെന്ന് അത് വേണം. അവരത് വാങ്ങിച്ചു. പക്ഷെ നല്ല 2500 വലിയൊരു മീന്. ഞങ്ങള് അത് ഈ പാലക്കാട് കുറച്ചങ്ങോട്ട് നമ്മള് വാളയാർ ആ ബോർഡർ എത്താനാവുമ്പോഴാണ് ഒരു കട. അയ്യോ മീനിന്റെ വിലയോ ചോദിക്കി. പക്ഷെ ഒന്നിനാകാം, അവർക്ക് എല്ലാവർക്കും ഇൻഫെക്ഷൻ ആയിരിക്കണം. ഓക്കേടാ, അതൊരു പ്രശ്നമാണ്. ഓക്കെ, ഇറ്റ് റിസൾട്ട് ഇൻസഫിഷ്യന്റ് ഓർ അൺബാലൻസ്ഡ് ഡയറ്റ്. മാൽന്യൂട്രീഷൻ എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഇൻസഫിഷ്യന്റും അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കാരണമായിരിക്കും. പ്രോബ്ലംസ് വിത്ത് ഡൈജഷൻ ആൻഡ് ഓർ അബ്സോർപ്ഷൻ, നമ്മുടെ ബോഡിയിൽ ഡൈജഷന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എനർജി അബ്സോർബ് ചെയ്യുന്നത് പ്രശ്നങ്ങളായിരിക്കാം. അൺസ്പെസിഫിക് മെഡിക്കൽ കണ്ടീഷൻ, ചില കേസുകളിൽ നമുക്ക് പറയാൻ പറ്റാത്ത മെഡിക്കൽ കണ്ടീഷൻസ് കാരണം ഈ മാൽന്യൂട്രീഷൻ സംഭവിക്കാം. മാൽന്യൂട്രീഷൻ ഇസ് പ്രിവെന്റ് ഇൻ ഏരിയ വേർ ദർ ഈസ് എ ലാക്ക് ഓഫ് ഫുഡ്, അൺസേഫ് വാട്ടർ സപ്ലൈ, ഇൻസഫിഷ്യന്റ് സാനിറ്റേഷൻ, റിസ്ക് എക്സെട്ര. അപ്പോ മാൽന്യൂട്രീഷൻ കൂടുതലായിട്ട് സംഭവിക്കുന്നത് ലാക്ക് ഓഫ് ഫുഡ് നമുക്ക് ഫുഡിന്റെ അവൈലബിലിറ്റി കുറവുള്ള പ്രദേശങ്ങൾ. ഞാൻ പറഞ്ഞു പട്ടപ്പാടി ആ ഒരു ഏരിയയിലൊക്കെ ആദ്യമൊക്കെ ഈ ഒരു ഫുഡിന്റെ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് ഡെഫിഷ്യൻസി ഡിസീസും കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ ചെറിയ സ്ഥലങ്ങളിൽ സേഫ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈസ്. പക്ഷെ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ, നമ്മുടെ കേരളത്തില് അൺസേഫ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈസ് വളരെ കുറവാണ്. അതേപോലെ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള സാനിറ്റേഷൻ കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? മാൽന്യൂട്രീഷൻ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ എനിക്ക് മോദി ഗവൺമെന്റ് ചെയ്തതിൽ ഒരു കാര്യം വളരെ ഇഷ്ടമുള്ളത്, ഈ ഒരു സാനിറ്റേഷൻ ഫെസിലിറ്റീസ് എല്ലാ വീടുകളിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യം ഉണ്ടല്ലോ, അതാണ്. കാരണം നമ്മള് ഇപ്പൊ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇപ്പൊ ടോയ്ലറ്റ് സൗകര്യങ്ങൾ കൂടുതലാണ്. എല്ലാവരും വീട്ടിൽ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ തമിഴ്നാട്ടിലൂടെ ഒക്കെ പോയി കഴിയുമ്പോൾ അവര് പോകുന്നത് പുറത്താണ്, തുറസായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. പക്ഷെ ഈ ഒരു സ്കീം വന്നതോടുകൂടി ഭൂരിഭാഗം എല്ലാ വീടുകളിലും ടോയ്ലറ്റ് സൗകര്യങ്ങൾ വന്നു. അതൊക്കെ നല്ല കാര്യമാണ്.
അതേപോലെ തന്നെ ഗവൺമെന്റ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ഫുഡിന്റെ ഡെഫിഷ്യൻസി കാരണം ഫുഡ് ഇപ്പോൾ ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ അമ്മമാർക്ക് പോഷകാഹാരങ്ങളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അംഗൻവാടി വഴി പോഷകാഹാരങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോ അത് കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും, വാങ്ങിച്ചിട്ടുണ്ടാവും. ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ എന്താ പറയാ ചെറുപയറ്, ഗോതമ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ല പോഷകാഹാരങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അമ്മമാർക്ക്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ കുട്ടികൾ നല്ല ഹെൽത്തി ആയിട്ട് ഈ ഭൂമിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് അങ്ങനത്തെ മിക്കയിടത്തും തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ചില സ്ഥലങ്ങളിൽ സെലക്ടഡ് ആയിട്ടുള്ള പ്ലേസുകളിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പോ ലാക്ക് ഓഫ് ഫുഡ് ഡെഫിഷ്യൻസീസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ നല്ല രീതിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഫുഡും നമ്മുടെ കാര്യങ്ങളൊക്കെ നാട്ടില് മറ്റേ ഉഴുന്ന് പരിപ്പും ഗോതമ്പും മാത്രമേ ഉള്ളൂ മിസ്. ഉഴുന്ന് പരിപ്പ്, ഗർഭിണികൾക്ക് ഉഴുന്ന് പരിപ്പും ഗോതമ്പും, പിന്നെ ഒരു ഇത്തിരി വെളിച്ചെണ്ണയും തരും. ഞങ്ങളുടെ അവിടെ അങ്കന എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട് മാം. അതിലെല്ലാം ന്യൂട്രീഷൻസ് ഉണ്ട്. അങ്കന ഞങ്ങളുടെ ഇവിടെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അമൃതം പൊടിയാണോ? അല്ല, അമൃതം പൊടി കുഞ്ഞുങ്ങൾക്കാണ്. 3 മാസം പ്രായം വരെയുള്ള കുഞ്ഞുങ്ങൾക്കുണ്ട്. 3 വയസ്സ്. ഓക്കെ, വുമൻസിന് മാത്രം അങ്കന എന്ന് പറഞ്ഞു 3 തവണ ഒരു മാസത്തേക്ക്. ആണോ? ഓക്കെ. എനിക്ക് സഫല്ല എന്ന് പറഞ്ഞൊരു പൊടിയാണ് കിട്ടിയത്. സഫല്ല എന്ന് പറഞ്ഞിട്ടൊരു പാക്കറ്റ് പൊടിയായിരുന്നു എനിക്ക് കിട്ടിയത് കേട്ടോ. പിന്നെ മോൾക്ക് മോള് ജനിച്ചതിന് ശേഷം അവൾക്ക് അമൃതം പൊടി കിട്ടുമായിരുന്നു. ഞാൻ മാക്സിമം അമൃതം പൊടി അധികം യൂസ് ചെയ്യാറില്ല, കാരണം അത് ഷുഗർ കണ്ടന്റ് കുറച്ച് കൂടുതലാണ്. നമ്മളെ കുറുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഷുഗർ കണ്ടന്റ് കൂടുതലാണ്, പഞ്ചസാരയുടെ അളവ് ഒത്തിരി കൂടുതലാണ്. അത് എന്ന് വെച്ചാൽ കൂടുതലായിട്ട് അത് കൊടുക്കില്ല എന്നുള്ളൂ, കുറച്ചൊരു ലിമിറ്റില് വിലപ്പോഴൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. അത് കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ. നമ്മൾ വിചാരിക്കുമായല്ലോ നമുക്ക് വേണ്ടതാ, കാരണം നമുക്ക് ഫുഡും കാര്യങ്ങളും നമുക്ക് സ്വയം വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഈ എന്താ പറയാ ഗവൺമെന്റിന്റെ സപ്ലിമെന്റ്സ് കാരണം കറക്റ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും എത്തുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവർക്ക് അതൊരു ബെനഫിഷ്യൽ ആണ്. പിന്നെ സേഫ് വാട്ടർ സപ്ലൈസ്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ വീടുകളിലേക്കും വാട്ടർ കണക്ഷൻസ് ഉണ്ട്. സേഫ് ആയിട്ടുള്ള രീതിയിലുള്ള വാട്ടർ കണക്ഷൻസ് ആണോ ഉള്ളത്. ഇനി വാട്ടറിലൂടെ വെള്ളത്തിലൂടെയൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസും കാര്യങ്ങളും സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട് അല്ലെ. ഡയറിയ, കോളറ, അങ്ങനെയുള്ള അസുഖങ്ങൾ. ഓക്കെ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് നമുക്ക് അറിയാം. അപ്പൊ സേഫ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈസ് കൂടുതലും നല്ലതായിരിക്കും, നമ്മൾ ശ്രദ്ധിക്കാം. Then malnutrition gave rise to the following condition. മാൽന്യൂട്രീഷൻ കാരണം നമുക്ക് ചില കണ്ടീഷൻസ് വരും. ഫിസിക്കൽ കണ്ടീഷനും മെന്റൽ കണ്ടീഷനും പറയുന്നുണ്ട്. മാൽന്യൂട്രീഷൻ കാരണം നമ്മൾ ഒരുപാട് ഡെഫിഷ്യൻസി ഡിസീസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ എടുക്കുന്ന ടോപ്പിക്. ഞാൻ ജസ്റ്റ് ഇവിടെ ഫിസിക്കൽ കണ്ടീഷൻസ് പറഞ്ഞു പോവാണ്. എന്തെല്ലാം ഫിസിക്കൽ കണ്ടീഷൻസ് ആണ് കുട്ടികളിൽ കാണുന്നത്. ബാഡ് പോസ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മോശം നിലനിൽപ്പ് പറയുന്നത്. നിൽക്കാനും റൈറ്റ് ചെയ്യാനും സിറ്റ് ചെയ്യാനൊക്കെ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പറ്റില്ല. പെയിൽ ഫേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീമിക് ആയിട്ടുള്ള കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖം വിളറിയ മുഖമായിരിക്കും അല്ലെ. എന്നാ നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്റെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വിളറിയിരിക്കുകയാണ്, അനീമിക് ആണ്. നമ്മൾ വിചാരിക്കും ഒരാൾ കാണുമ്പോ നല്ല വെളുത്തിട്ടൊക്കെ ആണല്ലോ, നല്ല കളറാണല്ലോ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവർക്ക് ചിലപ്പോ അത് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അനീമിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ വിളറിയ മുഖം ഉണ്ടാവും ചില ആൾക്കാർക്ക്. അതേപോലെ ഈ ഡാർക്ക്നെസ് ഇവിടെ കണ്ണിന്റെ ഇവിടെ ആയിട്ടുള്ള ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഡ്രൗൺസിനെസ്, മയക്കം, ഭയങ്കര ഉറക്കക്ഷീണമൊക്കെ ആയിരിക്കും അവർക്ക്. ലേസിനെസ്, മടിയായിരിക്കും. നമ്മൾ എപ്പോഴും അവരിങ്ങനെ പറയും മടിയന്മാരാണ് നിങ്ങള്. ചില അസുഖങ്ങളുള്ളവർക്ക് ചിലപ്പോൾ മടിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. നിങ്ങൾ ഭയങ്കര ലേസിയാണ്, മടിയന്മാരാന്ന് പറയും. പക്ഷെ ചിലപ്പോൾ അത് ഫിസിക്കൽ കണ്ടീഷന്റെ ഭാഗമായിരിക്കും. അവർ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഫിസിക്കൽ കണ്ടീഷന്റെ ഭാഗമായിരിക്കും. ഈസി ഫാക്റ്റ്യൂർ എന്ന് ക്ഷീണം വളരെ കൂടുതലായിരിക്കും. അവയർനെസ് ഓഫ് ഡിസീസ്, അസുഖങ്ങൾ വരും. പുവർ ഐസൈറ്റ്, അണ്ടർ വെയിറ്റ് ആയിരിക്കും. ഈ ഫിസിക്കൽ കണ്ടീഷനിൽ മാൽന്യൂട്രീഷൻ കാരണം വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇനി മെന്റൽ കണ്ടീഷനിലേക്ക് വരാണെങ്കിൽ പാസീവ്നെസ് എന്ന് വെച്ചാൽ നിഷ്ക്രിയത്വം, ഒന്നും ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇങ്ങനെ ഇരിക്കും. ഒന്നും ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരിക്കും ഈ
കുട്ടികൾക്ക്. ഫോർഗറ്റബിൾ മെമ്മറി ഒക്കെ മറവി കൂടുതലായിരിക്കും. ലൂമിനസ് ഒരു എപ്പോഴും ഒരു വിഷാദ അവസ്ഥയിലായിരിക്കും. സ്ലോ കോംപ്രിഹെൻഷൻ ആൻഡ് ഇറിറ്റേഷൻസ്, അവർ പതുക്കെ എന്ത് കാര്യം ചെയ്യുള്ളൂ, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. ലാക്ക് ഓഫ് അറ്റൻഷൻ, അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ലാക്ക് ഓഫ് കോൺസെൻട്രേഷനും വളരെ കുറവായിരിക്കും, വളരെ കുറവ് തന്നെയായിരിക്കും ഈ കുട്ടികളിൽ. ഇനി ഇവര് ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ചിട്ടാ പറയുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങളെല്ലാവരും ഇപ്പൊ നമ്മള് ഇത്ര മുതിർന്നവരാണ് കുട്ടികളാണ് എന്ന് നോക്കിയിട്ടല്ല നമ്മൾ കറക്റ്റ് എമൗണ്ട് ഡയറ്റ് ആണോ കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ആണോ നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാൻ. കാരണം the balanced diet contain an adequate amount of all nutrients required by the body to grow, remain healthy and be disease free. അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബോഡിക്ക് ഡെവലപ്മെന്റും ഗ്രോത്തിനൊക്കെ നമ്മൾ കറക്റ്റ് എമൗണ്ട് ന്യൂട്രീഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, then balanced food or diet ആണ് നമ്മൾ നോക്കുന്നത്. The food which contains all required nutrients and has the essential calorie value is called balanced diet. നമ്മൾ ന്യൂട്രീഷൻസും കറക്റ്റ് ആയിട്ടുള്ള കലോറി വാല്യൂസ് അടങ്ങിയ ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണെന്ന് പറയും. എ ബാലൻസ്ഡ് ഡയറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഗ്രോയിങ് ചൈൽഡ്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. എ ബാലൻസ്ഡ് ഡയറ്റ് കണ്ടെയ്ൻസ് റഫ്ലി 400 calories ഓഫ് പ്രോട്ടീൻ. അവർ ജസ്റ്റ് ഒരു കുട്ടിയുടെ ഡയറ്റിൽ ഇന്ന കാര്യങ്ങൾ വേണം എന്നാ പറയുന്നത്. അതിവിടെ ഏത് കുട്ടി ഏത് പ്രായം എന്നൊന്നും പറയുന്നില്ല കേട്ടോ. 900 calories of fat and 1700 calories of carbohydrates. While selecting food items, not only calorie value but nutritional value also should be taken into account. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കാലോറി വാല്യൂ മാത്രമല്ല ന്യൂട്രീഷ്യസ് വാല്യൂ കൂടി നമ്മൾ ശ്രദ്ധിച്ചു വേണം ഫുഡ് കാര്യങ്ങളും കൺസ്യൂം ചെയ്യാൻ. എക്സ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് മെന്റ് ഫോർ ചിൽഡ്രൻ. നമ്മൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ന്യൂട്രീഷ്യസ് വാല്യൂ കൂടി മെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഫുഡ്സും കാര്യങ്ങളും എന്ത് ചെയ്യാനായിട്ട് കൺസ്യൂം ചെയ്യാൻ. ബിക്കോസ് ദേ റിക്വയർഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ഫോർ ദർ പ്രോപ്പർ ഗ്രോത്ത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും അവർ പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തിന് റിക്വയർഡ് ആണ്. ദെൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് ഫോർ പ്രീ സ്കൂൾ ചിൽഡ്രൻസിന് ഒരു ബാലൻസ്ഡ് ഡയറ്റ് അവർ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടാണ്. ദ ഫോളോയിങ് ഈസ് സജസ്റ്റഡ് ബാലൻസ്ഡ് ഡയറ്റ് ഫോർ ചിൽഡ്രൻസ്. പൾസസ് 150 gram to 200 grams വേണം. സെറൽസ് ധാന്യങ്ങൾ, പൾസസ് എന്ന് പറയുമ്പോൾ പയർവർഗ്ഗങ്ങളാണ്. ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ റാഗി അങ്ങനെയുള്ള ധാന്യങ്ങൾ ഉണ്ടല്ലോ, അത് 50 to 60 gram. 50 grams 1 to 3 years, 6 grams 4 to 6 years. ഗ്രീൻ വെജിറ്റബിൾസ് 50 gram. ഇത് പെർ ഡേ ആണോ എങ്ങനെ? പെർ ഡേ ആണോ പറഞ്ഞിരിക്കുന്നത്? പെർ ഡേ ആണ്. പെർ ഡേ എന്നല്ല, ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഇവിടെ ഡേ ഒന്നും ഒരു സജസ്റ്റ് ചെയ്യുന്നില്ല. നമുക്കത് കൺവേർട്ട് ചെയ്യാം വീക്ക്ലിയോ അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു ടേബിളിൽ അവർ ഇനി ഇത്ര ഗ്രാംസ് എന്ന് പറയുന്നുള്ളത് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. പൾസസ് എത്രയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് 1 to 3 years. ഇതില് എല്ലാം കറക്റ്റ് ആണെന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചിലതിലൊക്കെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഇതെല്ലാം ഉൾപ്പെടുത്തണം എന്നുള്ളൂ മിസ്. ജസ്റ്റ് ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളും കുട്ടികളിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫുഡ് ഐറ്റംസ് മാത്രം വായിക്കാം, ഗ്രാമുകൾ പറയുന്നില്ല കേട്ടോ. നമ്മൾ ബാലൻസ്ഡ് ഡയറ്റില് പയർവർഗ്ഗങ്ങള്, പൾസറൽസ്, ഗ്രീൻ വെജിറ്റബിൾസ്, അതർ വെജിറ്റബിൾസ്. നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഓരോ കളറിലുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പൊ ഓറഞ്ച് ഡേയുടെ ഭാഗമായിട്ട് നമുക്ക് ഓറഞ്ച് വെച്ചിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ക്യാരറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അല്ല ഇപ്പൊ ഒരു റെഡ് ആണെങ്കിൽ റെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ബീറ്റ്റൂട്ട് യൂസ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ യെല്ലോ പറയുമ്പോൾ നമുക്ക് യെല്ലോ റിലേറ്റഡ് കപ്പങ്ങ അത് റിലേറ്റ് ചെയ്ത ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കളർ എന്താണ് കുക്കുംബർ കുക്കുംബർ യെല്ലോ ആണോ? വെള്ളരിക്കല്ലേ? വെള്ളരിക്കല്ലേ കുക്കുംബർ? പൈനാപ്പിൾ, മത്തങ്ങ മത്തങ്ങ. മത്തങ്ങ.
ഓക്കെ പംകി ഓക്കെ. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഓരോ കളർ വെച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടും. അവർ ടിഫിൻ ബോക്സ് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ഹാപ്പിനെസ്. കളർ ഫുഡ് ആണല്ലോ കിട്ടുന്നത്. പിന്നെ അതർ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം. ഗ്രീൻ വെജിറ്റബിൾസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം. നമ്മള് ലേഡി ഫിംഗർ, ആർക്കൊക്കെ ഇഷ്ടമാണ് ലേഡി ഫിംഗർ? ആർക്കും ഇഷ്ടമല്ല കേട്ടോ. എനിക്കിഷ്ടം. ഓക്കെ, ലേഡി ഫിംഗറിൽ വളരെയധികം നല്ല ഗുണങ്ങളുണ്ട്. സോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കുട്ടികൾക്ക് ശീലിപ്പിക്കാം. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മള് വൈകുന്നേരങ്ങളിൽ പലഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അല്ലെ, വറവുകള്, ചിപ്സ് അല്ലെങ്കിൽ എണ്ണയിലൊക്കെ പൊരിച്ച പലഹാരങ്ങൾ. അതിന് പകരം നമുക്ക് അവർക്ക് ഫ്രൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈവനിങ് സ്നാക്സിന് പകരമായിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മിൽക്ക്, നമ്മള് കുട്ടികൾക്ക് മിൽക്സ് എന്ത് ചെയ്യാം, കൊടുക്കണം. ഓയില്, ഫാറ്റ് കാര്യങ്ങളൊക്കെ ഒരു ചെറിയ അളവിലെങ്കിലും കൊടുക്കണം. മീറ്റും ഫിഷും കൊടുക്കണം. പിന്നെ ഷുഗർ നിർബന്ധമില്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ കൊടുക്കൂല. നമ്മൾ മാക്സിമം ഷുഗർ അവോയ്ഡ് ചെയ്യുന്നത് നല്ലത് കേട്ടോ. ശർക്കര കൊടുക്കാം. ശർക്കരയിലും സെയിം ആണ്, ഗ്ലൂക്കോസ് സെയിം ആണ്. പനങ്കൽക്കണ്ടം ഓക്കെയാണ്. ഐ തിങ്ക് പനങ്കൽക്കണ്ടത്തിൽ കുഴപ്പമില്ല. പനക്കൽക്കണ്ടവും ഷുഗറും തമ്മിൽ എന്താണ് വ്യത്യാസം? ഷുഗർ കുറഞ്ഞാലും പ്രോബ്ലംസ് വരില്ല മിസ്സേ, ഷുഗർ ലോ ആയാലും. നമ്മൾ ഈ റൈസ് കഴിക്കുന്നുണ്ടല്ലോ, നമ്മള് എന്താ പറയാ, പക്ഷെ നമ്മള് ഫ്രൂട്ട്സ് കഴിക്കുമ്പോ അതിലെല്ലാം നമ്മളെ ശരീരത്തിന് ഷുഗർ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഫ്രൂട്ട്സിലൊക്കെ നല്ല രീതിയിൽ നല്ല എമൗണ്ട് ഓഫ് ഷുഗർ ഉണ്ട്. വാട്ടർ മെലണിലൊക്കെ നല്ല എമൗണ്ട് ഓഫ് ഷുഗർ ഉണ്ട്. സോ നമുക്ക് ബോഡിക്ക് നേരിട്ട് ഷുഗർ കൺസ്യൂം ചെയ്യണ്ട. കാരണം നമ്മൾ ഓൾറെഡി ഒക്കെ കഴിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഷുഗർ കിട്ടുന്നുണ്ട്. പിന്നെ ഷുഗർ കുറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അത് ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും. അവർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. നേരിട്ടുള്ള ഷുഗർ കൊടുത്തിരുന്നുള്ളൂ. ഞാൻ ഈ പറയുന്ന പോലെ ക്യാൻഡീസ്, അങ്ങനെ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കുന്നതാണ് കുറച്ച് നല്ലത്. ഓക്കെ, ഒരു ചെറിയ എമൗണ്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല. ഫ്രൂട്ട്സ് ഒക്കെ രീതിയിൽ കിട്ടുന്ന ഷുഗർ കുഴപ്പമില്ല. പാക്കറ്റ് മിൽക്ക് ഏത് നല്ലത്? എന്നോട് ചോദിക്കുകയാണെങ്കിൽ പാക്കറ്റ് പ്രോസസ്ഡ് മിൽക്കാണ് നല്ലത്. അതിൽ ഏത് മിൽക്കാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് ഇത്രയും നാൾ ഇഷ്ടമുള്ളത് മിൽമയായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് ഒരു വീഡിയോ കാണിച്ചു തന്നെ എനിക്ക് എത്രയും, ഞാൻ വേറെ മിൽക്കൊന്നും വാങ്ങിക്കില്ല, കടയിൽ നിന്ന് വേറെ മിൽക്കൊന്നും വാങ്ങിക്കില്ല. സോ അപ്പൊ മിൽമയുടെ വീഡിയോ കാണിച്ചു തന്നപ്പോ അതിനോടുള്ള താല്പര്യം കൂടെ പോയി. ഏറ്റവും നല്ലത് ആട്ടുംപാല് കൊടുക്കുന്നത് നല്ലേ, അതിലാവുമ്പോ പ്യുവറാണ്, കുട്ടികൾക്ക് നല്ലതാണ്. സ്മെല്ലാണ്. ഇല്ല മിസ്സേ, അത് തോന്നുന്നത് അത് ഏതോ ഒരു ആടില്ല സ്മെല്ലുണ്ടാവും. എനിക്കാണ് പ്രശ്നം. ഞാനത് തിളപ്പിക്കുന്ന സ്മെല്ലില്ലേ, അതെനിക്ക് പറ്റൂല. എനിക്കും ഇഷ്ടമല്ല. എന്താ മെയിൻ ആയിട്ടുള്ള റീസൺ, എന്റെ വീട്ടിൽ ആടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്ത് വീട്ടില് പാല് എന്ത് ചെയ്യും, അവ തിളപ്പിച്ചരും. അത് അതിന് വീട്ടിൽ തന്നെയാണല്ലോ ആടുള്ളത്. അതുകൊണ്ട് എനിക്കത് ചെറുപ്പം മുതലേ കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഇപ്പൊ ഹസ്ബൻഡ് കുട്ടിക്ക് വേണ്ടിയിട്ട് ആട്ടുംപാല് വരുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയും വേണ്ട, നിർത്തിക്കോ, അത് വേണ്ട. ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നേരം ഒരു സ്മെല്ലും ഉണ്ടാവില്ല എന്ന് എന്റെ ഒരു അഭിപ്രായം. എനിക്ക് അതിനോട് താല്പര്യമില്ല. അതിന്റെ പാൽ ചൂടാക്കുമ്പോ തന്നെ സ്മെല്ല് വരും. എനിക്കിഷ്ടല്ലാന്ന്. എനിക്ക് എന്റെ ഒരു ഇത് ഉണ്ടാണ് കേട്ടോ. അല്ലാണ്ട് അതിൽ ക്വാളിറ്റീസ് കുറവാണ്, അല്ലെങ്കിൽ അത് നല്ല ന്യൂട്രീഷ്യസ് അല്ല എന്നല്ല. അത് എന്നെ സംബന്ധിച്ചത് എനിക്ക് ഇഷ്ടമല്ലാന്നുള്ളൂ കേട്ടോ. അതിന്റെ ഒരു ചൊവയാ മിസ്. മറ്റുള്ള പാലൊഴിച്ച് ചായ ഇടുന്നതിലും എന്തോ ഒരു ചൊവ വ്യത്യാസം, ടേസ്റ്റ് വ്യത്യാസം ഒക്കെ ഉണ്ട്. എനിക്കാണ് എന്നെ പോലെ വേറെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന ടൈം പോകുന്ന അറിയാൻ പറ്റാറില്ല കേട്ടോ. ഞാൻ വരുമ്പോ തന്നെ വർത്താനം ഒക്കെ ആണെങ്കിലും നല്ല രസമാണ് ക്ലാസ്. എല്ലാ ബാച്ചും തന്നെയാണോ? അങ്ങനെയല്ല, അതുകൊണ്ടാ. ഇവിടെ ഒരു MT8 എന്ന് പറഞ്ഞൊരു ബാച്ച് ഉണ്ടായിരുന്നു. MT8 കേട്ടോ. MT8 കഴിഞ്ഞിട്ട് ആ ഒരു ബാച്ചിന് പകരം വന്ന ബാച്ചാണ് നിങ്ങൾ MT80 എന്ന് പറയുന്ന ബാച്ച്. സോ ആദ്യം ഞാൻ വിചാരിച്ചു നിങ്ങൾ എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിരിക്കും. സാധാരണ എല്ലാ കുട്ടികളും ഇങ്ങനെ സൈലന്റ് ആയിട്ട് ക്ലാസ് ഒക്കെ ഇങ്ങനെ കേട്ടിരിക്കുന്ന ടൈപ്പാണ്. എന്നുവെച്ചാല് നമ്മളോട് റെസ്പോണ്ട് ഒക്കെ കുറവുള്ള ടൈപ്പാ. അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോറടിയാവും. അങ്ങനെ പ്രതീക്ഷിക്കേ വേണ്ട മാം. നല്ല രസം. മറുപടി എല്ലാം ചോദിക്കും, സംശയങ്ങളും കൂടുതലാണ്, മറുപടി ഒരുപാട് ചോദിക്കും. കുട്ടികൾ നല്ലതാ. നിങ്ങൾ പഠിപ്പിക്കുമ്പോഴായാലും സംശയങ്ങൾ ചോദിക്കുന്ന കുട്ടികൾക്ക് നമ്മള് എന്താ പറയാ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് വളരെ കൂടുതലാണ്. അതേപോലെ ടീച്ചേഴ്സ് വരുന്നതും ഒരു പ്രത്യേകതയാണ്.
ഈ M.Tech എന്ന് പറയുന്ന ക്ലാസ്സില് ടീച്ചേഴ്സ് ഞാൻ ആതിര മിസ്, നിങ്ങളൊക്കെ എടുക്കുന്ന ആതിര മിസ്, അതേപോലെ അശ്വതി മിസ്സും പിന്നെ ജിഷ മിസ്സും ആയിരുന്നു. ഈ ഒരു ബാച്ചിലും അതേപോലെ ഒരു കോമ്പൗണ്ട് വന്നിരിക്കുന്നത്. ഞങ്ങള് 4 പേര് ഒരുമിച്ച് വന്നിരിക്കണം. സോ അതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് ക്ലാസ്, എൻജോയ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ മിസ്സിനെയും ഞങ്ങൾക്കാണ് ഇഷ്ടം. എല്ലാവർക്കും നിങ്ങളെയും ഇഷ്ടമായിരിക്കും. കാരണം M.Tech ആണോ എനിക്ക് തന്നേക്ക് ക്ലാസ് എന്ന് പറയും. പക്ഷെ അത് കുഴപ്പമില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ബാച്ചാണ്. ഓക്കെ, എനിക്ക് പ്രത്യേകിച്ചൊരു ഇത് തോന്നി. അത് M.Techനെ മിസ് ചെയ്യുന്നുണ്ട് ചില സമയത്ത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് വന്നപ്പോ ഞാൻ M.Tech കയറിയോ, ഇവര് തമ്മിൽ ചർച്ച ചെയ്യാം, സൈനിന് സൈൻ ഔട്ടും എടുക്കുന്ന അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അവര് തമ്മിൽ നല്ല ഭയങ്കര ഒരു ബോണ്ട് ഉണ്ടായിരുന്നു, കുട്ടികൾ തമ്മിൽ നല്ല ബോണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ തമ്മിൽ പരസ്പരം നല്ലൊരു ബോണ്ട് ഉണ്ടല്ലോ, എല്ലാവർക്കും പരസ്പരം ഏകദേശം അറിയാം. ആ ഒരു ബോണ്ട് അത് അവരിലുണ്ടായിരുന്നു. ചാർട്ട് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അയ്യോടാ, സോറിയടാ, പ്രസന്റ് ചെയ്തോ സ്റ്റീഫി? ഞാനല്ല മിസ്സേ, വേറെ ആരോ. സുനിഷയുടെ ചാർട്ട് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞു. സുനിഷ സൈലന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലായാലും നമുക്ക് സുനിഷ പ്രസന്റ് ചെയ്തോടാ. മിസ്സേ ക്യാമറ എങ്ങനെയാ ഇത് ചെയ്യേണ്ടത്? എടാ, മുകളിലായിട്ട് ഇപ്പൊ ക്യാമറ ഓൺ ചെയ്തപ്പോ മുകളിലായിട്ട് 2 ആരോ മാർക്ക് പോലെ ഒരു സ്ക്വയറോ റൗണ്ടോ വന്നിട്ടുണ്ടാവും. റൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കാണിക്കേണ്ടതാണ് മിസ്സേ. ഓക്കെ, നന്നായിട്ടുണ്ട്. സാൻഡ് പേപ്പർ നന്നായിട്ട് വരച്ചിട്ടുണ്ടല്ലോ. ഞാൻ വരച്ചതാണ് മിസ്സേ. മിസ്സേ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എന്നാ ഗ്രൂപ്പിൽ ഇട്ടാ മതി. നമ്മുടേത് മോളിക്കാക്കിയാൽ മതി, സ്വൈപ്പ് ചെയ്ത് മോളിക്കാക്കുക, അപ്പൊ കാണാൻ പറ്റും. നമ്പർ ചാർട്ട് നെക്സ്റ്റ് വീക്ക് അല്ലേ? നെക്സ്റ്റ് വീക്ക് അത് പ്രസന്റ് ചെയ്യാം. ഓക്കെ, സുനിഷ അപ്പൊ ഒന്ന് പ്രസന്റ് ചെയ്യണ്ട. M.Tech എന്ന് പറയുന്ന ബാച്ച് കഴിഞ്ഞു, അവരുടെ കോൺവെക്കേഷൻ ഒക്കെ കഴിഞ്ഞു, ഞങ്ങളെയൊക്കെ കരയിപ്പിച്ചിട്ട് ആ ബാച്ച് പോയത്. അത്രയും ഒരു എന്താ പറയാ, കുറച്ച് നാള് നമ്മുടെ ഒപ്പം ഉള്ളപ്പോ ആ ഒരു പ്രശ്നം ഉണ്ടാവും ഇങ്ങനെ പോകുമ്പോ, അല്ലെങ്കിൽ കോൺവെക്കേഷന്റെ സമയത്ത്. ചിലപ്പോ നിങ്ങളെ ബാച്ച് ഒക്കെ പോകുന്ന സമയത്ത്, കോൺവെക്കേഷൻ സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ മൊഹോക്കി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും, ദേഷ്യം പിടിച്ചിരിക്കും. കാരണം എന്താണ്, നിങ്ങൾ പോണേന്റെ വിഷമമായിരിക്കും. ഹാപ്പി ഉണ്ടാവും കേട്ടോ, നമ്മുടെ കുട്ടികൾ പഠിച്ച് പാസ് ഔട്ട് ആയി എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ പോവാണല്ലോ, ആ ടൈമിൽ ഞങ്ങള് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നൊക്കെ ആലോചിക്കും. അത്രേ ഉള്ളൂ. നല്ലൊരു ബാച്ച് ആയിരുന്നു കേട്ടോ. മിസ്സസ് സൈൻ ഔട്ട് ഞാനൊരു പാട്ട് പാടാം. ഓക്കെ, പാട്ട് പാടിക്കോടാ. ആണോടാ ആതിരാ? എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോടു പരിഭവം, എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോടു പരിഭവം, ഒരുപാടു നാളായി കാത്തിരുന്നു, ഇന്നും ഒരു നോക്കു കാണാൻ വന്നില്ല. താങ്ക് യു മിസ്. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ. കാത്തിരുന്നവരൊക്കെ പെട്ടെന്ന് വരട്ടെ അല്ലേ മിസ്സേ? അക്ഷരത്തെറ്റിലുണ്ടാവും, അതൊന്നും വിശദീകരിക്കരുത്. അക്ഷരത്തെറ്റ്, കാത്തിരുന്നവരൊക്കെ പെട്ടെന്ന് വരട്ടെ. ആയിക്കോട്ടെ, വരട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു മാം.